നെക്സ്റ്റ് സെക്ഷൻ ഇമ്പൾസീവ് ഫോഴ്സ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? കേട്ടിട്ടൊക്കെ ഉണ്ട്. എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ആണി അടിക്കാനായിട്ട് അമ്മ പറയുന്നു, മോനെ ഏതാണ്ട് ഈ പടം ഇവിടെ ഒന്ന് തൂക്കിയിട്ടാ, നല്ല ഭംഗിയുള്ള ഒരു പടമാണെന്ന് പറഞ്ഞ് നിങ്ങളെ ഏൽപ്പിക്കുന്നു. നിങ്ങൾ ഒരു ചുറ്റിയൊക്കെ എടുത്തിട്ട് പ്രൊഫഷണലായിട്ട് വരുന്നു, ഒരാണിയൊക്കെ കയ്യിലുണ്ട്, ചുവരിൽ വയ്ക്കുന്നു, ആദ്യം പതുക്കെ അടിച്ചു നോക്കുന്നു, കയറുന്നില്ല, ശക്തിയായിട്ട് അടിക്കുന്നു, വീണ്ടും ഡബിൾ പവറിൽ അടിച്ച് കയറ്റുന്നു. നോക്കൂ, നോക്ക്, ആണി കാണാനില്ല നമ്മുടെ, പക്ഷേ ഒരു സാധനം കാണാനില്ല, ഒട്ടും കാണാനില്ല. എന്താണ്? നമ്മുടെ നെയിൽ അവിടെ ഒട്ടും കാണാനില്ല. കാരണം എന്താണ്? അറിഞ്ഞ് കയറ്റി കൊടുത്തത് എവിടെയാണ്? നഖത്തിലാണ്. ശരിയല്ലേ? ഇപ്പോൾ നിങ്ങളുടെ നഖത്തിൽ കിട്ടിയത് ഒരു കീടിലം ഫോഴ്സ് അല്ലേ? അടിപൊളി ഫോഴ്സ് അല്ലേ? പക്ഷേ ആ ചുറ്റികയും നഖവും തമ്മിൽ കോണ്ടാക്റ്റിൽ വന്ന ടൈം വളരെ കുഞ്ഞല്ലേ? ഇത്രയും കുഞ്ഞ് ടൈമിൽ അവിടെ കിട്ടിയ ഫോഴ്സാണ് അല്ലേ? പക്ഷേ കീടിലം ഫോഴ്സാണ്. പക്ഷെ നഖം കാണാനില്ല. അപ്പോൾ എന്താണ്? അപ്പോൾ ഒത്തിരി കൂടുതൽ നേരം കിട്ടിയിരുന്നെങ്കിൽ അടിപൊളിയായനെ, വിരളെ ആവിയായിട്ട് പോയനെ. അപ്പോൾ എന്താണ് സംഭവം? ഒരു വലിയ ഫോഴ്സ് ഒരു കുഞ്ഞു ടൈമിൽ ആക്ട് ചെയ്തു. അങ്ങനെയുള്ള തടിയൻ ഫോഴ്സുകൾ കുഞ്ഞു ടൈമിൽ ആക്ട് ചെയ്യുന്ന ഇങ്ങനെയുള്ള ഫോഴ്സുകളെ പറയുന്ന പേരാണ് ഇമ്പൾസീവ് ഫോഴ്സ്. അപ്പോൾ ക്രിക്കറ്റ് 6 അടിക്കുന്നു. അപ്പോൾ അവിടെ ബാറ്റ് ഈസ് ഇൻ കോണ്ടാക്ട് വിത്ത് ദ ബോൾ ഫോർ എ ഷോർട്ട് ടൈം, ബട്ട് ദ ഫോഴ്സ് ഈസ് വെരി ലാർജ്. സോ ദ ഫോഴ്സ് ഈസ് അനദർ ഇമ്പൾസീവ് ഫോഴ്സ്. നോക്ക്, എന്താണ്? നോക്ക്, നമ്മുടെ സജു ഓടി വരുന്നു. നോക്ക്, ഗോൾ അടിക്കാനായിട്ട് വരികയാണ്, പറന്ന് വരുന്നു. എല്ലാവരും ആകാംക്ഷയോടെ സജു ഇപ്പോൾ ഗോളടിക്കും എന്ന് വിചാരിച്ച് ഇരിക്കുകയാണ്. അപ്പോൾ സജു പറന്ന് വരുന്നു, കിക്ക് ചെയ്യുന്നു. മനസ്സിലായില്ലേ? ബോൾ അവിടെ തന്നെ ഇരിക്കുന്നു, അതിൻ്റെ അപ്പുറത്ത് കിടന്ന പാറക്കല്ലിളവി തെറിക്കുന്നു. നോക്ക്, അപ്പോൾ സജു മൊണ്ടി പോകുന്നു. അപ്പോൾ അവിടെ എന്താണ് ചെയ്തത്? സജു കാലുടക്കി അടിച്ചു. എവിടെ? പാറക്കല്ലിൽ. സോ ഹിസ് കാൽ ആൻഡ് പാറക്കൽ ആർ ഇൻ കോണ്ടാക്ട് ഫോർ എ ഷോർട്ട് ടൈം, but there is a very strong force acting there. So that type of a strong force acting for a short interval of time is known by the name impulsive force. So what do you mean by impulsive force? Very strong force acting for a short interval of time is known by the name impulsive force. ബുദ്ധിമുട്ടുണ്ടോ? Then so in cricket the batsman is applying a very large force on the ball, okay, with his bat. The bat and the ball are in contact for a short time, but the force acting there is very strong. So that type of force is impulsive force. In football, see, the player applies a strong force on the football. Okay, നമ്മുടെ പയ്യനല്ലല്ലോ. So if a man applies a strong force on football, but the foot and football are in contact for a short time, so it is also example for impulsive force. Then ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ടേമാണ് ഇമ്പൾസ്. കേട്ടിട്ടുണ്ടോ? ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കൊടുത്ത ഫോഴ്സ് ഇല്ലേ മക്കളെ, ആ ഫോഴ്സിനെ ആ കോണ്ടാക്റ്റിൽ വന്ന ടൈം കൊണ്ട് ഇൻഡു ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടിനെ പറയുന്ന പേരാണ് ഇമ്പൾസ്. അപ്പോൾ ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ഇമ്പൾസീവ് ഫോഴ്സ് ആൻഡ് ടൈം. ഇമ്പൾസീവ് ഫോഴ്സിനെയും ടൈമിനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടിനെ പറയുന്ന പേരാണ് ഇമ്പൾസ്. സോ ഇമ്പൾസിന്റെ യൂണിറ്റ് എന്ത് വരും? ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ടൈമിൻ്റെ സെക്കൻഡ് ആണ്. അപ്പോൾ ഇമ്പൾസിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ സെക്കൻഡ്. ഇല്ലാതാക്കരുത്. സോ ന്യൂട്ടൺ സെക്കൻഡ് ഈസ് എസ് എ യൂണിറ്റ് ഓഫ് ഇമ്പൾസ്. ഇല്ലാതാക്കരുത്. സോ രണ്ട് ടേമും പഠിക്കണം. സോ വാട്ട് ഈസ് ഇമ്പൾസീവ് ഫോഴ്സ്? Impulsive force is a very strong force acting for a short interval of time. Then what is impulse? Impulse is a product of force and time. Then what is a SI unit of impulse? Newton second. Impulse കാണാനുള്ള ഇക്വേഷൻ പറയൂ. Impulse is equal to force into time. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? ഇനി ഞാൻ പഠിപ്പിക്കുന്ന സാധനം ശ്രദ്ധിച്ച് കണ്ടുകൊണ്ടിരിക്കണം. നോക്കൂ, അക്കോർഡിംഗ് ടു ന്യൂട്ടൺ സെക്കൻഡ് ലോ, F is equal to what? ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. നിങ്ങളെ ഞാൻ കാണിച്ചു തന്നല്ലേ? ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. ഓക്കെ, ഇനി നമുക്കിവിടെ ഒന്ന് ക്രോസ് ചെയ്യാതെ, ഇങ്ങനെ ക്രോസ് ചെയ്താൽ നമുക്ക് ഡി പി ഈസ് ഈക്വൽ ടു എഫ് ഡി ടി എന്ന് കിട്ടില്ലേ? ഈ റിസൾട്ട് കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഇതെന്ന് പറഞ്ഞാൽ ഡി പി എന്നാണ്. ഡി പി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഓഫ് മൊമെന്റം ആണ് കേട്ടോ. ഇതെന്താണ്? ചേഞ്ച് ഓഫ് മൊമെന്റം. ഇനി അടുത്ത ഫോഴ്സ് ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ ഇമ്പൾസ് എന്നാണ്. എന്താണ് കിടക്കുന്നത്? ഇമ്പൾസ് എന്നാണ്. ഇപ്പം നിങ്ങൾക്ക് ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഓഫ് മൊമെന്റം എന്താണ് കിട്ടിയിരിക്കുന്നത്? എന്താണ് കിട്ടിയിരിക്കുന്നത്? ഇമ്പൾസ് ഈക്വൽ ടു ചേഞ്ച് ഓഫ് മൊമെന്റം. ഈ റിസൾട്ടിനെ ഞാൻ ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ എന്ന് പറയും. എന്താ പറയുക? ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ. ഇല്ലാതാക്കരുത്. ഒന്നുമില്ല,
എന്താണ് ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്പൾസ് ഈക്വൽ ടു ആയിരിക്കും ചേഞ്ച് ഓഫ് മൊമെന്റത്തിന്. ഇമ്പൾസ് ഈക്വൽ ടു ആയിരിക്കും ചേഞ്ച് ഓഫ് മൊമെന്റത്തിന്. ഈ പ്രിൻസിപ്പിളിനെ പറയുന്ന പേരാണ് ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ. ഞാൻ സ്റ്റാർട്ടിംഗ് തൊട്ട് ഒന്നും കൂടെ പറയാം. സോ ലിസൺ പ്രോപ്പർലി. See, you know the equation F is equal to dp by dt. നമുക്കറിയാന്നുള്ള ഇക്വേഷൻ, ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഇതിനെ വേണമെങ്കിൽ എനിക്ക് F is equal to ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി എന്ന് എഴുതിയാലും പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയല്ലേ. ഇനി യു ക്രോസ് ഇറ്റ്, പറയൂ എഫ് ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു വാട്ട്? ഡെൽറ്റ പി. സേ വാട്ട് ഈസ് ദിസ്? ഫോഴ്സ് ഇൻറ്റു ടൈം ഈസ് ഇമ്പൾസ്. സോ ഫോഴ്സ് ഇൻറ്റു ടൈം ഈസ് ഇമ്പൾസ്. ദെൻ ഈക്വൽ ടു വാട്ട് ഈസ് ഡെൽറ്റ പി? ഇറ്റ് ഈസ് change of momentum. Change of momentum. So you are getting a result here. What is the result you obtained? So impulse equal to change of momentum. This result is known as impulse momentum principle. What is it? Impulse momentum principle. So impulse is equal to change of momentum. This principle is known as impulse momentum principle. Any difficulty? So from the beginning you have to say, I will write. Say what is the first step? From second law you get this equation. F is equal to, what is the equation? F is equal to പറയൂ, F is equal to എന്താണ്? ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. ഓക്കെ, യു ക്രോസ് ഇറ്റ്. F ഡെൽറ്റ ടി is equal to, പറയൂ, ഡെൽറ്റ പി. Then force into time. What is force into time? It is impulse. So impulse equals dash. Delta p is what? Change of momentum. Change of momentum. Okay, so change of momentum. So impulse equal to change of momentum. This is known by the name impulse momentum principle. Okay, നമുക്കിനി അടുത്ത സംഗതിയിലേക്ക് പോവാം. ഓക്കെ, അടുത്തൊരു നല്ല സെക്ഷനാണ് നമ്മൾ നോക്കുന്നത്. സോ ന്യൂട്ടൺസ് സെക്കൻഡ് ലോ നമുക്കറിയാം. ഓക്കെ, ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഈസ് ദ റിയൽ ലോ. ഇറ്റ് ഈസ് എ റിയൽ ലോ ബിക്കോസ് ഫസ്റ്റ് ലോ ആൻഡ് തേർഡ് ലോ ക്യാൻ ബി ഒബ്റ്റൈൻഡ് ഫ്രം സെക്കൻഡ് ലോ. സെക്കൻഡ് ലോയിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് ലോയും ഒപ്പിച്ചെടുക്കാം, തേർഡ് ലോ ഒപ്പിച്ചെടുക്കാം. അപ്പം നമുക്ക് 1 by 1 ആയിട്ട് നമുക്ക് ഓരോന്ന് ഒപ്പിച്ചെടുക്കാം. അപ്പം നമ്മൾ ആദ്യം ഒപ്പിച്ചെടുക്കാൻ പോകുന്നത് എന്താണ്? സെക്കൻഡ് ലോയിൽ നിന്ന് ഫസ്റ്റ് ലോ. സോ ഫസ്റ്റ് ലോ ഫ്രം സെക്കൻഡ് ലോ. സെക്കൻഡ് ലോയിൽ നിന്ന് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ഞാൻ ഒപ്പിച്ചെടുക്കാൻ പോവുകയാണ്. സിമ്പിൾ കേസ്. According to second law, what is the equation to calculate force? F is equal to ma. Okay, here what is F? What is F? What is F? F is external force. If external force is 0, if external force is 0, F becomes 0. Okay, then answer of ma becomes 0. Okay, you are multiplying two numbers, answer is 0. Means 1 should be 0. Mass cannot be 0. So what should be 0? A will be 0. അപ്പോൾ എന്താണ് ഇവിടെ എഴുതിയ കണ്ടീഷൻ? ഇഫ് എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് 0, ആക്സലറേഷൻ ഈസ് 0. ഇതെവിടെയെങ്കിലും പരിചയമുള്ള സാധനോ? എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെങ്കിൽ, ഫോഴ്സ് ഒരു സ്ഥലത്ത് ഇല്ല എങ്കിൽ, എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല എങ്കിൽ ആക്സലറേഷനും ഇല്ല. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാനൊന്ന് പരിചയപ്പെടുത്താം. എന്താണ്? എവരി ബോഡി കണ്ടിന്യൂസ് ടു ബി ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ സ്റ്റേറ്റ് ഓഫ് യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രൈറ്റ് ലൈൻ അൺലെസ് ആൻ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട്സ് ഓൺ ഇറ്റ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ എന്താണ്? റെസ്റ്റിലിരിക്കുന്ന സാധനത്തിന് നിങ്ങൾക്കറിയാം, റെസ്റ്റിലിരിക്കുന്ന സാധനത്തിന്റെ ആക്സലേഷൻ എത്ര? റെസ്റ്റിലിരിക്കുന്ന സാധനത്തിന് ആക്സലറേഷൻ ഇല്ല. അടുത്ത യൂണിഫോം മോഷനിലുള്ള സാധനത്തിന്റെ ആക്സലറേഷൻ എത്ര? യൂണിഫോം മോഷനിലുള്ള സാധനത്തിന്റെ ആക്സലേഷൻ എത്ര? യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും അതിന്റെ വെലോസിറ്റി സെയിം. ആക്സലേഷൻ കാണാൻ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. എപ്പോഴും വെലോസിറ്റി സെയിം ആണെങ്കിൽ ആക്സലേഷൻ എങ്ങനെ കാണും? ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ബൈ ടൈം എന്നാണ്. ഇത് രണ്ടും സെയിം. അപ്പൊ ആണെങ്കിൽ ആക്സലേഷന്റെ ആൻസർ എത്ര വരും? 0. അപ്പൊ ആരുടെയൊക്കെ ആക്സലേഷൻ 0 വരാം? റെസ്റ്റിലിരിക്കുന്ന സാധനത്തിന്റെ ആക്സലേഷൻ 0 വരാം. പിന്നെ യൂണിഫോം മോഷനിലിരിക്കുന്ന സാധനത്തിന്റെ ആക്സലേഷനും 0 വരാം. ആരുടെയൊക്കെയാണ് ആക്സലേഷൻ 0 വരുന്നത്? റെസ്റ്റിലിരിക്കുന്ന സാധനത്തിന്റെ ആക്സലേഷൻ 0 വരാം, യൂണിഫോം മോഷനിലിരിക്കുന്ന സാധനത്തിന്റെ ആക്സലേഷനും 0 വരാം. അപ്പൊ ഇപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞത്? എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യാത്തടത്തോളം ആക്സലറേഷൻ 0 ആയിരിക്കും എന്ന് പറഞ്ഞാൽ ബോഡി റെസ്റ്റിലോ യൂണിഫോം മോഷനിലോ കണ്ടിന്യൂ ചെയ്യും. ഏതല്ലോ?
ഫസ്റ്റ് ലോ അല്ലേ? ഒന്നും കൂടെ ഞാൻ പറയാം എന്തൊക്കെയാണ്. പേടിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞ സംഭവങ്ങൾ എല്ലാം ഒന്നും കൂടെ. വിച്ച് ലോ ഈസ് നോൺ ആസ് റിയൽ ലോ? സെക്കൻഡ് ലോ ഈസ് നോൺ ആസ് റിയൽ ലോ. ഓക്കെ, വൈ ഇറ്റ് ഈസ് കോൾഡ് റിയൽ ലോ? ബിക്കോസ് യു ക്യാൻ ഒബ്റ്റെയിൻ ഫസ്റ്റ് ലോ ആൻഡ് തേർഡ് ലോ ഫ്രം ഇറ്റ്. സോ ഇറ്റ് ഈസ് നോൺ ബൈ ദ നെയിം റിയൽ ലോ. ഇനി ഞാൻ എന്താണ് പറഞ്ഞത്? അക്കോർഡിംഗ് ടു സെക്കൻഡ് ലോ F is equal to ma. According to second law, F is equal to ma. Here what is F? F is external force. Any problem? F is external force. If external force acting on the body is 0, ma will be 0. Here you are multiplying two numbers. Answer is 0. Means 1 should be 0. M cannot be equal to 0. Mass cannot be equal to 0. Therefore, definitely acceleration will be 0. In short, if external force acting is 0, acceleration will be 0. For the acceleration to be 0, the body may be at rest or moving with the uniform velocity. ബോഡി യൂണിഫോം വെലോസിറ്റിയിലായിരിക്കണം അല്ലെങ്കിൽ റെസ്റ്റിലായിരിക്കണം, എന്നാലേ ആക്സലറേഷൻ 0. ദിസ് ഈസ് എ കണ്ടീഷൻ ഫോർ ഫസ്റ്റ് ലോ. വാട്ട് ഈസ് എ കണ്ടീഷൻ ഫോർ ഫസ്റ്റ് ലോ? എവരി ബോഡി കണ്ടിന്യൂസ് ടു ബി ഇൻ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ സ്റ്റേറ്റ് ഓഫ് യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ യൂണിഫോം വെലോസിറ്റി. അൺലെസ് വാട്ട് ആക്ട്സ് ഓൺ ഇറ്റ്? ഫോഴ്സ് ആക്ട്സ് ഓൺ ഇറ്റ്. ഇഫ് ഫോഴ്സ് ഈസ് 0, the body will remain at rest. If force is 0, body will remain in the state of uniform velocity. So in both the cases acceleration will be 0. മനസ്സിലായോ? അപ്പോൾ എന്താണ് നമ്മളിപ്പോൾ പറഞ്ഞത്? നമ്മളിവിടെ കിട്ടിയ എന്താണ്? സെക്കൻഡ് ലോയിൽ നമ്മൾ തുടങ്ങി എവിടെ വന്ന് അവസാനിച്ചു? ഫസ്റ്റ് ലോയിൽ വന്ന് അവസാനിച്ചു. മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഒന്നും കൂടെ പറയാണ്, നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ ആദ്യം ഫസ്റ്റ് ലോയുടെ കഥകൾ പറയാം. What is the statement of first law? Every body continues to be in a state of rest or state of uniform motion along a straight line. Uniform motion along a straight line is what? Uniform velocity. Uniform velocity. Okay. So uniform velocity. Okay. So if the state is rest, if the body is at rest, what is acceleration? 0. If the body has uniform velocity, if the body has same velocity throughout, then what is acceleration? In this case also acceleration is 0. അപ്പോൾ എപ്പോഴൊക്കെയാണ് ആക്സലേഷൻ 0 വരുന്നതെന്നാണ് പറഞ്ഞത്? റെസ്റ്റിലിരിക്കുന്ന സാധനത്തിൻ്റെ ആക്സലേഷൻ എത്ര? 0. യൂണിഫോം വെലോസിറ്റിയിലിരിക്കുന്ന സാധനത്തിൻ്റെ ആക്സലേഷൻ എത്ര? 0. ഇത്രയും മനസ്സിലായി. ഇനി നമുക്ക് നമ്മുടെ കഥയിലേക്ക് വരാം. സോ അക്കോർഡിംഗ് ടു സെക്കൻഡ് ലോ, വാട്ട് ഈസ് ഇക്വേഷൻ? F is equal to ma. Okay, here what is F? F is external force. Okay, then see, if external force is 0, answer of ma is 0. Okay, here you are multiplying two numbers, answer is 0. M cannot be equal to 0. So what should be 0? Acceleration will be definitely 0. So if F is 0, acceleration is 0. Okay, clear? If F is 0, if external force is 0, acceleration is 0. For acceleration to be 0, the body may be at rest or in uniform velocity. Okay, so this is first law. So if the external force acting is 0, the body will remain in the state of rest or in state of uniform motion along a straight line. It is a result you obtained. It is first law. Thus you got first law from second law. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? സോ ഫ്രം ദ ബിഗിനിങ് യു ഹാവ് ടു സേ, I will explain it once again. See, for a body at rest, what is acceleration? 0. Then for a body in uniform velocity, acceleration is 0. Okay, then what is the next? According to second law, what is the equation to calculate force? F is equal to ma. Okay, what is F here? F is external force. If the answer of external force is 0, ma will be equal to 0. Here how many numbers are multiplied? Two numbers are multiplied, answer is 0. Then to get the answer as 0, 1 should be 0. Mass cannot be equal to 0. So what will be 0? Acceleration is 0. Now I am summing up. See, what is the summary here? If the external force is 0, acceleration of your body will be definitely 0. For acceleration to be 0, your body may be at rest or in uniform velocity. That is, if the external force is 0,
body will remain in the state of rest or in the state of uniform velocity. This is first law. Thus we got first law from second law. Is it clear? നല്ല എളുപ്പമല്ലേ? അടുത്തലേക്ക് പോകൂടെ. Next, another important question. You are going to get what? Third law from second law. Okay, very nice question. So listen. You consider two bodies. Okay, two bodies. First body. Okay, then this is a second body. Two bodies. Then ഞാൻ ഈ രണ്ട് ബോഡീസിനെ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ഇവിടെ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം ഉണ്ട്. എന്തുണ്ട്? ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഐസൊലേറ്റഡ് സിസ്റ്റം ഉണ്ട്. ഈ ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ ഇവ അവൻ്റെ മണ്ടയിലും ഫോഴ്സ് കൊടുക്കും, അവ ഇവൻ്റെ മണ്ടയിലും ഫോഴ്സ് കൊടുക്കും. അങ്ങനെയുള്ള ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം. വേറെ ആരെയും ഞാൻ ഏരിയയിലോട്ട് അടുപ്പിക്കില്ല, നിന്നെ ഞാൻ ഈ പരിസരത്ത് അടുപ്പിക്കില്ല. ശ്രദ്ധിച്ചോ, നോക്കൂ, നിന്റെ കയ്യിരിപ്പ് വളരെ മോശമാണ്, അതുകൊണ്ട് നിന്നെ ഈ പരിസരത്തെ അടുപ്പിക്കുന്നില്ല. അപ്പം നിങ്ങൾ ആരെയും ഞാൻ ഈ പരിസരത്തെ അടുപ്പിക്കുന്നില്ല. ഇവിടെ എത്ര ബോഡീസ് ഉണ്ട്? രണ്ട് ബോഡീസ് ഉണ്ട്. ആദ്യത്തെ ഒരു പാവം ബോഡി, രണ്ടാമത്തെ ഒരു പഞ്ചപാവം ബോഡി. ഇപ്പം രണ്ട് ബോഡീസ് ഇരിക്കുന്നു. അവന്മാർ ആദ്യത്തവൻ രണ്ടാമത്തവൻ്റെ പുറത്ത് ഫോഴ്സ് കൊടുക്കും, രണ്ടാമത്തവൻ ആദ്യത്തവൻ്റെ പുറത്തും ഫോഴ്സ് കൊടുക്കും. കൊടുത്തോട്ടെ. ഇനി എനിക്കെന്താണ് പ്രശ്നം? പറയും. ഇനി ഈ ബോഡീസ് ഇവിടെ ഇരിക്കുമ്പോൾ വെളിയിൽ നിന്ന് ആരും വന്ന് അതിനെ ഞോണ്ടരുത്. അപ്പോൾ വെളിയിൽ നിന്ന് ആരും ആ ബോഡീസിനെ തൊടരുത്. അപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യാത്ത ഒരു പാവം സിസ്റ്റം. ഈ സിസ്റ്റത്തിനെ ഞാൻ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയും. എന്താണ് പറയുന്നത്? ഐസൊലേറ്റഡ് സിസ്റ്റം. ഓർത്ത് വയ്ക്കണം. അപ്പോൾ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ എന്തിൻ്റെ കാര്യമില്ല, എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ കാര്യം പറയരുത്. അവർ തമ്മിലുള്ള ഫോഴ്സിനെ പറ്റി പറയാം. എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യാത്ത സിസ്റ്റത്തിനെയാണ് ഞാനിപ്പോൾ എന്തെന്ന് ഉദ്ദേശിക്കുന്നത്? ഐസൊലേറ്റഡ് സിസ്റ്റം. സോ ലിസൺ ഹിയർ. ഐ ഹാവ് two bodies masses m1 and m2. Okay, this is an isolated system. So first body will exert a force on second body will exert a force on first body. So the system is isolated, so the external force acting is zero. Okay, now first body second bodyയുടെ മണ്ടക്കിട്ട് ഒരു ഫോഴ്സ് കൊടുക്കും. ഫോഴ്സ് ഈസ് കോൾഡ് ഫോഴ്സ് ഓൺ 2 due to 1. സോ F21 എന്നാണ് പറയുക. എന്താ പറയുക? ഫോഴ്സ് ഓൺ 2 due to 1. F21 F21 എന്ന് വായിച്ചളയരുത്. അതുപോലെ ഈ സെക്കൻഡ് ബോഡി ഫസ്റ്റ് ബോഡിയിൽ കൊടുക്കുന്ന ഫോഴ്സിനെ ഫോഴ്സ് ഓൺ 1 due to 2 എന്ന് പറയും. അപ്പോൾ F12ഉം F21ഉം എന്താണ്? F12 എന്താണ്? F21 പറ. ഫോഴ്സ് ഓൺ 1 due to 2. ദെൻ F21 എന്ന് പറഞ്ഞാലോ ഫോഴ്സ് ഓൺ 2 due to 1. ഇനി നമുക്കറിയാമെന്നുള്ളൊരു ഇക്വേഷൻ ഞാൻ എഴുതാം. എഫ് എന്ന് പറഞ്ഞാൽ dp/dt എന്നാണ്, നമ്മൾ പഠിച്ചതല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ F12ൻ്റെ ആൻസർ എങ്ങനെ എഴുതാം? പറയും. d/dt P1 എന്ന് എഴുതിക്കൂടെ? അങ്ങനെയാണെങ്കിൽ F21ൻ്റെ ആൻസർ എങ്ങനെ എഴുതാം? പറയൂ. F21ൻ്റെ ആൻസർ പറയൂ. F21 ഈസ് ഈക്വൽ ടു d/dt P2 എന്ന് എഴുതിക്കൂടെ? ഇപ്പം ഇത് ഇക്വേഷൻ 1, ഇത് ഇക്വേഷൻ 2, രണ്ട് ഇക്വേഷൻ കിട്ടി. സംശയമൊന്നും വന്നില്ല. ഇനി ഞാൻ രണ്ട് ഇക്വേഷൻ കൂടെ ചുമ്മാ ആഡ് ചെയ്യട്ടെ. വെറുതെ ചുമ്മാ ഇരിക്കുകയല്ലേ, വെറുതെ ഇക്വേഷൻസ് ആഡ് ചെയ്യാം. രണ്ട് ഇക്വേഷനും കൂടെ ആഡ് ചെയ്യുന്നു. പറ. അപ്പോൾ F12 പ്ലസ് LHS തമ്മിൽ ആഡ് ചെയ്യും. F21 ഈസ് ഈക്വൽ ടു പറ dp1/dt പ്ലസ് dp2/dt എന്നാണ്. ഓക്കെ, ഞാൻ ആദ്യമേ നിങ്ങളുടെ ഒരു കാര്യം പറഞ്ഞതാണ്. ഇതെന്ത് സിസ്റ്റമാണ്? ഐസൊലേറ്റഡ് സിസ്റ്റമാണ്. ഐസൊലേറ്റഡ് സിസ്റ്റം ആണെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ആൻസർ എത്രയായിരിക്കും? 0 ആയിരിക്കും. എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെങ്കിൽ ചേഞ്ച് ഓഫ് മൊമെന്റം എത്രയായിരിക്കും? 0 ആയിരിക്കും. ചേഞ്ച് ഓഫ് മൊമെന്റം 0 ആണെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റത്തിന്റെ ആൻസറും എത്രയായിരിക്കും? 0 ആയിരിക്കും. ഈ റൈറ്റിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? ടോട്ടൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം അല്ലേ? അല്ലേടാ. അപ്പോൾ ടോട്ടൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റത്തിന്റെ ആൻസർ എത്രയായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഈ നമ്മുടെ സിസ്റ്റത്തിനെ സംബന്ധിച്ച് F12 പ്ലസ് F21ൻ്റെ ആൻസർ 0 ആയിരിക്കും. ഓക്കെ, ഇതിനെടുത്ത് അപ്പുറത്തോട്ട് വെച്ച് കൊടുക്കൂ. അപ്പോൾ എന്താണ്? F12 ഈസ് ഈക്വൽ ടു മൈനസ് F21 എന്ന് കിട്ടി ഒരു റിസൾട്ട്. എന്താണ് ഈ എഴുതിയതിൻ്റെ മീനിങ്? പറയാം. ഫോഴ്സ് രണ്ടും വെക്ടറാണ്. അപ്പോൾ പറയും, ഇതാണ് ഫോഴ്സ് ഓൺ ഫസ്റ്റ് ബോഡി ഓൺ സെക്കൻഡ്, ഇതാണ് ഫോഴ്സ് ഓൺ സെക്കൻഡ് ബോഡി ഓൺ ഫസ്റ്റ്. ഇത് രണ്ട് ഈക്വൽ. ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ കണ്ടാൽ ഓർക്കണം, ദേ ആർ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ എന്താണ് സംഭവം? ആദ്യത്തെ ബോഡി രണ്ടാമത്തെ ബോഡിയുടെ മണ്ടയിൽ കൊടുക്കുന്ന ഫോഴ്സും രണ്ടാമത്തെ ബോഡി ആദ്യത്തെ ബോഡിയുടെ മണ്ടയിൽ കൊടുക്കുന്ന ഫോഴ്സും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്.
ഏത് ലോ ഇത്? തേർഡ് ലോ അല്ലേ? നിങ്ങൾ എവിടെ തുടങ്ങി? സെക്കൻഡ് ലോയിൽ നിന്നല്ലേ തുടങ്ങിയത്. അപ്പോൾ സെക്കൻഡ് ലോയിൽ തുടങ്ങി എവിടെ വന്ന് അവസാനിച്ചു? തേർഡ് ലോയിൽ വന്ന് അവസാനിച്ചില്ലേ? സിമ്പിളായിട്ട് ഞാൻ ആൻസർ പറഞ്ഞു തന്നു. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒന്നുകൂടെ. സോ ലിസൺ പ്രോപ്പർലി. വാട്ട് ഈസ് എ ക്വസ്റ്റ്യൻ? ഒബ്റ്റെയിൻ, യു ഹാവ് ടു ഒബ്റ്റെയിൻ തേർഡ് ലോ ഫ്രം സെക്കൻഡ് ലോ. അതാണ് ക്വസ്റ്റ്യൻ. സോ ലിസൺ ഹിയർ. യു കൺസിഡർ an isolated system. You consider an isolated system, okay? Isolated system of interacting particles. This is particle 1, this is particle 2, okay? Then isolated system means external force acting on the system is 0. But the first body can exert a force on second body, second can exert a force on first body. That is allowed. See, force given by first on second is force on 2 due to 1. Force given by second on first is F12. Okay, this force is allowed, but external force acting is 0 because the system is isolated. So you consider an isolated system of interacting particles, particle 1 and particle 2, then external force acting is 0. So first particle will exert a force on second, second will exert a force on first. No doubt up to this. Now listen. According to second law, F is equal to dP by dt. No problem. Using this, you can write. See, F12 is equal to d by dt P1. Equation number 1. Then F21 is equal to, say, d by dt P2. Equation number 2. Okay. How many equations you got? 2. Okay. Now I am adding the two equations. Equation 1 plus equation 2. So add the LHS. So F12 plus F21 is equal to, right side you add dP1 by dt, say dP1 by dt plus dP2 by dt. No problem. Then see, I told you this is an isolated system. Being an isolated system, external force acting is 0. If external force acting is 0, change of momentum is 0. Okay, no doubt. Then rate of change of momentum should be 0. Okay. What is the RHS side? RHS side is what? Total rate of change of momentum. Total rate of change of momentum should be 0 here. So you put it here. So F12 plus F21 is equal to, what is the answer of RHS? 0. This can be put to the right side. So you are getting your result. F12 is equal to what? Minus F21. Minus F21. Say the two forces are equal and opposite. What is the condition? External force acting should be 0. So you are getting your result. The third law. So first force and the second force are equal and opposite. അപ്പോൾ നമ്മൾ തുടങ്ങിയത് എവിടെ നിന്ന്? സെക്കൻഡ് ലോയിൽ നിന്ന്. എവിടെ വന്ന് അവസാനിച്ചു? തേർഡ് ലോയിൽ. ഓക്കെ, നിങ്ങൾ പറയുക, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക മാത്രമേ ചെയ്യൂ. ഒന്നുകൂടെ പറയാം. സേ, യു കൺസിഡർ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഓഫ് ഇൻ്ററാക്ടിംഗ് പാർട്ടിക്കിൾസ്. സോ യു കൺസിഡർ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഓഫ് ഇൻ്ററാക്ടിംഗ് പാർട്ടിക്കിൾസ്, particle 1 and particle 2. Being an isolated system, external force acting on the system will be 0. Then if the external force acting on the system is 0, change of momentum of the system is 0, rate of change of momentum is also 0. These are the known facts. Then first body can exert a force on second body. What is it? Force on second due to first. Similarly, second can exert a force on first. It is called force on first due to second. Okay. Then according to second law, F is equal to dP by dt. Okay. Then what is the answer of F12? F12 is equal to d by dt P1. Equation number 1. Then what is F21? F21 is equal to d by dt P2. Equation number 2. Just add the two equations. So LHS plus LHS is equal to RHS plus RHS. Say F12 plus F21, okay, equal to RHS plus RHS dP1 by dt plus dP2 by dt. No problem. What now? Tell me, what is this RHS side? RHS is a total rate of change of momentum. What is the total rate of change of momentum here? 0.
So you put it here. So F12 plus F21 is equal to 0. This can be put to the RHS side. So F12 is equal to minus F21. So you got your result. First force and second force are equal and opposite. So if you consider an isolated system like this, say they interact, they exert force each other, the first and second forces are equal in magnitude, but they are in the opposite direction. This is third law. Thus we got third law from second law. So second law puli thanne. So from second law you can get first law, from second law you can get third law also. ബുദ്ധിമുട്ടുണ്ടോ? So which law is known as the real law? Second law. Okay, നമുക്ക് ഇനി അടുത്തതിലേക്ക് പോകാമല്ലോ.